ഇന്ന് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തത്. വളരെ ബ്രില്യൻസ് അപ്ലൈ ചെയ്യാനുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് ശ്രദ്ധിച്ച് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക്. ഗ്ലാസ് കമഴ്ത്തി വയ്ക്കണം, ഗ്ലാസ് അവർ കമഴ്ത്തി വെച്ച ഗ്ലാസ് ഇങ്ങോട്ട് നൂത്ത് വയ്ക്കണം, ഇവിടെ നൂത്ത് വെച്ച ഗ്ലാസ് അവർ വീണ്ടും കമഴ്ത്തി വയ്ക്കണം, അങ്ങനെയുള്ളൊരു ടാസ്ക്. ഇവിടെ ഒരു ടാസ്ക് ഓക്കെ. ഓണത്തിന് നമുക്ക് ഇവിടെ വീട്ടുപറമ്പിൽ ഉൾപ്പെടുത്താൻ പോലും പറ്റാത്ത ടാസ്ക്കാണ്. എന്നിരുന്നാൽ പോലും അത് വൃത്തിക്ക് കാണിക്കണേ. വളരെ ശോകം എഡിറ്റിംഗ് ആണ് കേട്ടോ. നിങ്ങൾ ക്രൂ ഒന്ന് ശ്രദ്ധിച്ചോ. ഭയങ്കര ശോകമായിട്ട് ഒരു തേങ്ങയും നമുക്ക് ഇമ്പ്രസീവായിട്ട് കാണരുത് എന്ന് നിർബന്ധം പിടിക്കും പോലെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ടാസ്ക് മര്യാദയ്ക്ക് കാണിക്കേണ്ടത്. ഇത് എന്തൊക്കെയോ ചെയ്യുന്നു. പടപട ഫാസ്റ്റായിട്ട് കട്ട് ചെയ്യുന്നു. ഈ ബാക്കി കൊണയെ നിർത്തിയിട്ട് ടാസ്ക് ഇത്തിരി കുറച്ച് മനസ്സിലാവുന്ന രീതി ഇട്ടിരുന്നെങ്കിൽ പിന്നെയും ഇത് കണ്ടുകൊണ്ടിരിക്കുക. അല്ലാതെ ഇത് 1 മണിക്കൂർ ഈ സാമാനം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ബാലികേറ പോലെയാണ്. നമുക്ക് ജീവിതത്തിൽ വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ അത്രയും ഒരു തേങ്ങയും ചെയ്യാതെ വെറുതെ മടിയനായിട്ട് മൊബൈലും ഒന്നുമില്ലാതെ ഇത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. പണ്ട് നമുക്ക് ദൂരദർശനിൽ 4 മണിക്കുള്ള സിനിമ എന്ത് അപരാധമാണെങ്കിലും അത് കാണുക മാത്രമേ ഓപ്ഷൻ ഉള്ളൂ ഞായറാഴ്ച. എന്നാൽ നമുക്ക് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഒരു നിവൃത്തിയില്ലാതെ ഹിന്ദിയിൽ വരുന്ന കുറേ സീരിയലും സിനിമകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല, നമുക്ക് കാണാൻ അതേ ഒരു ഓപ്ഷൻ ഉള്ളൂ പണ്ട്. അതുപോലെ ഒരു ഓപ്ഷനും ഇല്ലാതെ ഇത് മാത്രം, ഹോട്ട്സ്റ്റാർ മാത്രം അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് മാത്രം കാണാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രം കാണാൻ പറ്റുന്ന, അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഷോ ആക്കിയിട്ടാണ് ഈ സാമാനം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആർക്കും എനിക്ക് തോന്നുന്നില്ല ഈ പരിപാടി കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. കാരണം ഒരു തേങ്ങയും ഇല്ല, ഒരു സർപ്രൈസിങ് ഫാക്ടർ ഇല്ല, ഒന്നുമില്ല. ഇവർ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതിന് നല്ല എക്സ്പ്ലനേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല. ഇമ്പ്രസീവായിട്ട് 1 മണിക്കൂർ ലാഗില്ലാതെ കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു ഏറ്റെടുത്ത കർത്തവ്യം ഇതായതുകൊണ്ട് നമുക്ക് ഇത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് ഞാനിത് കാണുന്നത്, അല്ലാതെ എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ ഇത് കാണുന്നതല്ല. അപ്പോൾ ഇന്നത്തെ ടീം തിരിക്കാൻ വേണ്ടിയിട്ടൊരു വെറൈറ്റി സാധനം പിടിച്ചിട്ടുണ്ട്. ടീം തിരിക്കാൻ ഇമോജിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഇമോജി വെച്ചിട്ട് 4 ഇമോജി ആങ്കുരിയൊക്കെ ഉണ്ട്, പിന്നെ മാലാക, ഇവർ ഓരോ പേരിട്ടിട്ടുണ്ട്. ഈ 4 ഇമോജിയും വന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് അവരവരുടെ ടീമിൽ പോവാം. ഇപ്പോൾ സ്മൈലി തിരഞ്ഞെടുക്കുന്നവർക്ക് എല്ലാവരും കൂടി ഒരു ടീം. അങ്ങനെ ആദ്യം ഇതിനൊക്കെ ഓരോ പേരിട്ട്, എന്തോന്ന് ഇങ്ങനെ കിസ് കൊടുക്കണതിന് കിസ്സിന്നും മറ്റേ ഏഞ്ചൽ പേരിട്ടിട്ട്, പിന്നെ ആസ് യൂഷ്വൽ തുടക്കം മാത്രമേ ഇതുള്ളൂ. പിന്നെ അങ്ങോട്ട് മാരാറിൻ്റെ ടീം, റനീഷിൻ്റെ ടീം എന്ന് മാറി. പിന്നെ ഇമോജിയില്ല തേങ്ങയില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത് 10 മിനിറ്റ് തള്ളിക്കൊണ്ട് പോയത് എനിക്കറിയത്തില്ല. അങ്ങനെ ഓരോരുത്തർ വന്ന് ഇമോജി എടുക്കുന്നു. എന്നിട്ട് അതുപോലെ ഓരോരുത്തരെക്കുറിച്ച് കഥ പറയണമല്ലോ. ഇന്നലെ മൊത്തം നേരത്തെ പറഞ്ഞ എല്ലാവരും കരയിപ്പിക്കണം, കരഞ്ഞ് മെഴുകണം. നിങ്ങൾക്കൊക്കെ ബിഗ് ബോസിൽ പോയി കരയിപ്പിക്കാനുള്ള സമയമില്ല. ബിഗ് ബോസ് കയറണവർക്ക് അവിടെ പോയി കരയിപ്പിക്കാനുള്ള അവസരം നമ്മൾ തരാം. ആദ്യം ഒരു ജീവിത കഥ പറയണം. എല്ലാവരും ദുരന്തം പിടിച്ച കഥയുള്ളവർക്ക് മാത്രമേ ബിഗ് ബോസിൽ സാധ്യതയുള്ളൂ തോന്നുന്നു. പോസിറ്റീവായിട്ട് നല്ലൊരു ജീവിതം നയിച്ച് നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നവർക്കൊന്നും വലിയ കഥകൾ കാണില്ല. കാരണം അവർക്ക് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ജീവിതത്തിലുണ്ടാവും. എടുത്ത് പറയത്തക്ക വലിയ ഇത് കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും രസമില്ല. കുറച്ച് എരിയും പുളിയും കുറച്ച് കരച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ കരഞ്ഞു മെഴുകി വീട്ടമ്മമാരുടെ പൈതലായിട്ട് ബിഗ് ബോസ് അങ്ങേറ്റെടുക്കും. ആദ്യം അഭിറാമിനാണ് ചോദിച്ചത്. അഭിറാമിൻ്റെ ഇച്ഛാശക്തി. അപ്പം അഭിറാമിന് നടുവിന് പ്രശ്നമുണ്ട്, എന്നിട്ട് അവിടെ വന്ന് കളിക്കാൻ കേട്ടോ. നടുവിന് പ്രശ്നമുള്ളവർക്ക് വീട്ടിൽ ഇരിക്കുക. ഇത് പറ്റിയ പരിപാടിയല്ല. ഫിസിക്കൽ ടാസ്കിലൊക്കെ ഒരു വേഷം എടുത്തിട്ട് തീർക്കും. അതുകൊണ്ട് തന്നെ അഭിറാമിനെ ഇന്ന് തന്നെ പറഞ്ഞു വിട്ട്. ഷിജിൻ്റെ അടുത്ത് അമ്മയെക്കുറിച്ച് പറയാനാണ് പറയുന്നത്. അപ്പോൾ അമ്മയെക്കുറിച്ച് ഒരു ഡയലോഗ് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ലോകത്ത് എവിടെ ചെന്നാലും എന്ത് നേടിയാലും അതിന് പിന്നിൽ 2 വാക്കുകളേ ഉള്ളൂ, 2 അക്ഷരങ്ങളേ ഉള്ളൂ. അതാണ് അമ്മ. നല്ല രസമായിരുന്നു അത്. പക്ഷേ അവൻ അതിനുശേഷം കുറച്ച് ഷോ കാണിച്ചു. അമ്മ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദി സിനിമയിൽ നായകൻ റൊമാൻറ്റിക് രംഗത്തിൽ മഴയത്ത് താഴെ നിന്നുകൊണ്ട് കാണിക്കൂല ഇങ്ങനെ. അതുപോലെ ഇവൻ കുറച്ച് പട്ടി ഷോ ആണ് കേട്ടോ. തിരുവനന്തപുരത്തുള്ള തന്നെ അതൊക്കെ നമ്മളെ സ്നേഹമൊക്കെ ഉണ്ട്. നല്ല പട്ടി ഷോ പറയണം ഷിജിൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അഫിയാൻസ് വരുന്നു. കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. കോൺഫിഡൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഫാമിലി അവളെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു, അങ്ങനെ എനിക്ക് കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടായി, ഇതാണ് പറയുന്നത്. അപ്പോൾ മാരാറിൻ്റെ ഒരു ചർച്ചയിൽ മാരാറിൻ്റെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മാരാറ് അതിൽ പിടിച്ചുകൊണ്ട് വേറൊരു സാധനം പറയും. അതുപോലെയാണ് അഫിയൻസ്. പക്ഷേ എല്ലാവരും സൂപ്പറായിരുന്നു കേട്ടോ, വെട്ടിക്കെട്ടു കുട്ടില്ലോ കഥ. ഞാനാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങി വീഴുമെന്നുള്ള കഥയായിരുന്നു. ഇവർക്ക് എന്തോ കണക്ഷൻ കാണും, അല്ലാതെ എനിക്ക് തോന്നല്ല അഫിയാൻസിനെയൊക്കെ എങ്ങനെ എടുത്തിട്ടുണ്ടെന്ന്. ഞാൻ തന്നെ കുറച്ച് ദിവസം മുമ്പേ പറഞ്ഞ് ഇതിനകത്ത് എങ്ങനെ ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മൊത്തം കാണുന്നില്ല. ഒരു എപ്പിസോഡ് കാണുന്നത് തള്ളിയ ഞാനിപ്പോൾ ഈ പറയണത്. അപ്പം വിശാഖ് വരുന്നു. വിശാഖിൻ്റെ അടുത്ത് കുട്ടിക്കാലത്തിനെ കുറിച്ച് ചോദിക്കുന്നു. വൈശാഖാണെന്ന് പറഞ്ഞൂടാ. പക്ഷേ അവൻ ടച്ചിങ് ആയിട്ടുള്ളൊരു കഥയാണ് പറഞ്ഞത്. അവന് വളർത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഓർഫണേജിലേക്ക് തള്ളപ്പെട്ട ഒരു കുട്ടിക്കാലം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അതൊക്കെ ജെന്യൂനായിട്ട് ഫീൽ ചെയ്യണം. പിന്നെ കരയിപ്പിക്കാൻ വേണ്ടി കരയുന്ന ടീമുകളെ നമുക്ക് മനസ്സിലാവും. പിന്നെ
ഷിൻജിത്ത് വരുന്നു, സുഹൃത്ത്. അവൻ്റെ ഒരു ഫ്രണ്ട് ഷിഹാബ് ഉണ്ടായിരുന്നു. ഏത് ഇതിലും അവനെ സപ്പോർട്ട് ചെയ്യുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സുഹൃത്ത്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ഫ്രണ്ടാണെന്ന് ഷിഹാബിന് ഒരു ഇതായി. ഇവന് ജയിച്ചില്ലെങ്കിലും ഷിഹാബിന് അവൻ്റെ ചുറ്റും അവൻ്റെ ഫാമിലിയിലും ഒരു പ്രൗഡ് പാപ്പ അടിക്കാനുള്ള മൊമെൻറ്റ് ഇവ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, വളരെ മികച്ചത്. അളകനന്ദയുടെ അടുത്ത് ചോദിച്ച്, അളകനന്ദയുടെ അടുത്ത് അമ്മ തന്നെയാണ്, അമ്മ തന്നെ പറയാണ്. അപ്പം അളകനന്ദ വന്ന് അമ്മയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി. എല്ലാവർക്കും ഉള്ള ഒരു അമ്മ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അമ്മമാർക്ക് കുറേ കൂടി ഒരേപോലത്തെ സ്വഭാവ സവിശേഷതകൾ എല്ലാവർക്കും ഉണ്ട്, കാരണം ഒരമ്മയാണ്. അതുപോലത്തെ ഒരു റിപ്ലിക്ക. അത് കഴിഞ്ഞ് ടാസ്ക് കൊടുക്കുകയാണ്. രഞ്ജിനിയുടെ ടീമും റിയാസിൻ്റെ ടീമും മറ്റേ കിസി കുസിയൊക്കെ മറന്ന് ഇവർ തമ്മിലാണ് കളി എന്ന് പറഞ്ഞാൽ കുറേ ഗ്ലാസ്സുകൾ വെച്ചിരിക്കുന്നു, കുറേ കമത്തി വെച്ചിരിക്കുന്നു, കുറേ മലത്തി വെച്ചിരിക്കുന്നു. ഈ കമത്തി വെച്ചിരിക്കുന്ന ഗ്ലാസ്സുകൾ മലത്തി വയ്ക്കണം, മലത്തി വെച്ചിരിക്കുന്ന ടാസ്കുകൾ കമത്തി വയ്ക്കണം. ഇതാണ് കളി. 3 പേര് വെച്ച് കളിക്കണം. കുറേ പേര് വന്ന് നിന്ന് നില ഒഴും പോലെ, ഞാറ് കൊയ്യും പോലെ എന്തൊക്കെയോ കാണിച്ച് വയ്ക്കുന്നുണ്ട്, ആരെയും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ടീമിൽ രഞ്ജിനി ഹരിദാസ് ജയിക്കുന്നു. അപ്പോൾ ഇവർക്ക് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കമത്തി വെക്കണ ഓപ്ഷൻ വേണോ മലത്തി വെക്കണ ഓപ്ഷൻ വേണോ എന്ന്. അപ്പം രഞ്ജിനി ടീം കമത്തി വെക്കണം മതിയെന്ന് പറഞ്ഞു. കാരണം കമത്തി വയ്ക്കുമ്പോൾ വാവട്ടം വലുതല്ലേ, വച്ച് കഴിഞ്ഞാൽ അങ്ങ് ഇരിക്കും. മലത്തി വെച്ച് കഴിഞ്ഞാൽ മലത്തി നമ്മൾ കൈയെടുത്താലും ചിലപ്പോൾ ഒന്ന് ആടി താഴെ വീഴും. അപ്പം ആ ഒരു ഡിലേ കുറയ്ക്കാൻ സഹായിക്കും, നല്ലൊരു സ്ട്രാറ്റജിയാണ്. എന്തുകൊണ്ടാണ് ഇവർ അപ്ലൈ ചെയ്യാത്തതെന്നുകൊണ്ട് റിയാസ് അവിടെ കിടന്ന് കലിപ്പുണ്ടാക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊന്ന് തലയ്ക്കകത്ത് മൂളയില്ല, പിന്നെ ഭയങ്കര സാമാനമാണിത്. അല്ലെങ്കിൽ ടാസ്ക് വെച്ചിട്ട് ടാസ്ക് വിജയിച്ച് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്തവരെ സേവ് ചെയ്ത് വിട്ടിട്ട് ബാക്കിയുള്ള വ്യക്തിയുടെ സാധനമൊന്നും അല്ലല്ലോ ഇത്. അപ്പോൾ അവർ അതൊക്കെ മതി എന്നുള്ള വിചാരിച്ചാണ്. അത് കഴിഞ്ഞ് അടുത്ത് റനീഷയുടെ ടീമും ആരാറിൻ്റെ ടീമും തമ്മിലുള്ള മത്സരമാണ്. ഇപ്പോൾ 2 പേർക്ക് കമഴ്ത്തി വെക്കണം. മറ്റേത് ഓൾറെഡി റിയാസ് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ നമ്മൾ കമഴ്ത്തി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വല്ല ചീത്ത വിളിച്ചാലോ എന്ന് വിചാരിച്ച് അവർക്ക് 2 പേർ കമഴ്ത്തി വെക്കണം. അവസാനം ടോസ് ഇട്ട് തീരുമാനിച്ചിട്ട് മാരാറുടെ ടീം തന്നെ കമഴ്ത്തി വയ്ക്കാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അങ്ങനെ ഇത് ടാസ്ക് തുടങ്ങി പൂരാലമ്പ്. അവർ തള്ളിയിടുന്നു, പക്ഷെ നല്ല സ്ട്രാറ്റജിയാണ്. മറ്റൊരിടുന്ന തള്ളിയിടുന്നു, സ്ഥലം കൊടുക്കുന്നില്ല, പിടിച്ചുന്തി മറ്റുന്നു, അങ്ങനെയൊക്കെ. അപ്പം ആദ്യത്തെ ഇത് ഇവർക്കൊരു സ്വിച്ച് ചെയ്യാനുള്ളൊരു സമയമുണ്ട്. അളകനന്ദയൊന്നും അറിയാതെ ആയത് വീട് വിട്ടുകൊണ്ടിരിക്കുന്നത്, കഴിച്ച് പോകുന്നതുകൊണ്ട് അവസാനം ആരോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അളകനന്ദ. ഈ അളകനന്ദ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട്ടുകാരെ നായിൻ്റെ മക്കളെ കണ്ടോടി ഞാനിവിടെ എത്തിയടാ എന്ന് പറഞ്ഞ ആളാണ് അളകനന്ദ. നാട്ടുകാരുടെ ഓട്ടം എന്തായാലും കിട്ടില്ല. ഇതിനെ പിന്നെ തള്ളി ഇങ്ങനെ കൊണ്ടുപോകണം എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ആരംഭ സൂരത്വമാണെന്ന് ഈ ക്യാരക്ടറിൻ്റെ എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങോട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടക്കത്തിലൊരു ബഹള കാര്യങ്ങൾ പിന്നെ അങ്ങ് സൈഡിൽ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു അളകനന്ദയൊക്കെ. അപ്പം എൻ്റെ ഇടയ്ക്ക് അഭിറാം ബാക്ക് നോക്കണം, അഭിറാം എന്ന് രഞ്ജിനി കിടന്ന് വിളിക്കുന്നുണ്ട്. ആകെപ്പാടെ നമുക്ക് കാണാൻ പറ്റണത് കുറേ പേരുടെ ബാക്കുകളാണ്, കുറേ ചന്തികൾ മാത്രമേ ഇങ്ങനെ കാണാം ഈ ടാസ്കിൻ്റെ ഇടയിൽ. കുറേ നിങ്ങൾ ടാസ്ക് എടുത്ത് നോക്കും, ഒരു 80% കുറേ പേരുടെ കുണ്ടി ഇങ്ങനെ നമ്മൾ നേരത്തെ തിരിച്ചു വെച്ചിരിക്കും, ഇവരവിടെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് രഞ്ജിനി ഹരിദാസിന് കാണാൻ പറ്റത്തില്ലായിരിക്കും. രഞ്ജിനി ഹരിദാസിന് ചോദിക്കുന്നത് ബാക്ക് നോക്കണം അഭിറാം ഒന്ന് നീങ്ങിയിരിക്കും, ഞാൻ ഒന്ന് ബാക്ക് നോക്കിക്കോട്ടെ എന്ന് പറയും പോലെയാണ്. ഇതിൽ രാകേഷിൻ്റെ ഷാമോൻ്റെ ഒരു കോംബോ ഉണ്ടായിരുന്നു, ഒരു രസമായിരുന്നു. രാകേഷ് ഡിഫെൻഡ് ചെയ്യണത്, ഷാമോൻ്റെ ഇടയ്ക്ക് പിടിക്കാൻ നോക്കുന്നത്. പിന്നെ വേറെ അടുത്തുണ്ട്, അവൻ്റെ പേര് പ്രണവ് വന്നിട്ട് അവന് കുറച്ച് ഫിസിക്കൽ കളരി പരിപാടിയൊക്കെ അറിയാൻ തോന്നുന്നു. അപ്പോൾ അതവിടെ കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഡൈവ് ചെയ്ത് മാറണം. മറ്റേ സിനിമയിലൊക്കെ നായകന്മാർ അടിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറില്ല, അതുപോലെ ഡൈവ് ചെയ്തേ കാണിക്കണം. അപ്പോൾ ഇവർക്ക് മനസ്സിലായി പട്ടിഷയാണെന്ന്. അത് പറഞ്ഞ് അഖിൽമാരുടെ വേഷം കൊടുത്ത്, എന്തായി കാണിക്കുന്നത്, ഇങ്ങനെയാണോ കളിക്കുന്നത്, അല്ല അത് ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എൻ്റെ ഇവിടെ കിട്ടിയേനെ, അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിക്കണം. നിങ്ങൾ ഒഴിഞ്ഞു മാറുമ്പോൾ ബാക്കിയുള്ളവർക്ക് പ്രശ്നം വരും. അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്കിതൊക്കെ നിസ്സാര കാര്യമാണെന്നുണ്ട് അങ്ങനെ. പക്ഷേ അവർ പട്ടിഷയാണെന്ന് മനസ്സിലായി, ജഡ്ജിമാർക്ക് മനസ്സിലായി, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായി. പിന്നെ അവിടെ വേറെ കുറേ എണ്ണം തള്ള് ബഹളം, അടി, അഗ്രസീവ്, ഇതൊക്കെ ഒരു ചെറിയ നൂത്ത് വയ്ക്കാൻ. അവസാനം നമ്മൾ എൽദോപ്പ് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ചിരുന്നപ്പോഴേക്കും എല്ലാ സമയവും കഴിഞ്ഞപ്പോഴേക്കും അഭിറാം വന്ന് തള്ളിയിട്ട്. അപ്പം രഞ്ജിനി പറഞ്ഞ് എല്ലാം തിരിച്ചു വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ എൽദോ 2 എണ്ണം കൂടുതൽ വെച്ചെന്ന് തോന്നുന്നു, തിരിച്ചു വയ്പ്പിച്ച് അതവിടെ അങ്ങനെ ടാസ്ക് കഴിഞ്ഞ്. പിന്നെ അതുപോലത്തെ നടപടിക്രമങ്ങളിലേക്ക് അടുത്ത കാര്യപരിപാടി, ദേശീയ ഗാനം കഴിഞ്ഞു, സ്വാഗത പ്രസംഗം കഴിഞ്ഞു, അടുത്ത ആശംസ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ഇത് ആരൊക്കെയാണ് ഇതിന് പോകണമെന്ന്, രാകേഷ്, ഷാമോൻ, എൽദോ ഇവരെ 3 പേരെയും പെൻഡൻ കൊടുത്ത് സേഫാക്കി. അപ്പോൾ നാളെ അവരെന്തായാലും പുറത്ത് പോകത്തില്ല. ഔട്ട് ഹൗസിലേക്ക് പോകുന്നത് റൈബിൻ, റിയാസ് വന്നിട്ട് അഭിറാമിനെ പറഞ്ഞു വിട്ടു കേട്ടോ. റിയാസിൻ്റെ അഭിറാമിൻ്റെ വിഷയം എന്തെന്ന് മനസ്സിലായി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അവൻ ചുമ്മാ ടാർഗറ്റ് ചെയ്യും പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ളത്. ഒരു സെക്കൻഡ് ആംബുലൻസ് ഒന്ന് പോയിട്ടെ, ചിലപ്പോൾ നോയ്സ് ആയിരിക്കും. ഇവൻ LGBTQ എതിരാണ് ഈ അഭിറാം, അതുകൊണ്ടാണ് മറ്റവനെ കണ്ടുകൂടാത്തത്.
അതാണ് അവൻ ചൊറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കാര്യം. ഇത് നമ്മൾ അറിഞ്ഞില്ല അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇത് പറഞ്ഞത് ഇവൻ റെയ്ബിനാണ്. ഒരു ഡിബേറ്റ് വന്ന സമയത്ത് തൊട്ട് പിറകെ ഇത് പറയുന്നുണ്ട്. അപ്പം ഈ ഈ ഈ ഈ ഈ പിന്നെ നയന, അളകനന്ദ, പ്രണവ്, അപർണ ഇത്രയും പേരെ പിടിച്ച് എവിക്റ്റാക്കി. അപ്പോഴേക്കും വീണ്ടും കൊടുക്കുകയാണ്, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കണം, ആര് പുറത്ത് പോകണം ആര് ഇത് വേണമെന്നുണ്ട്. രണ്ടുപേരും കൂടി പിടിച്ചെടുത്തുന്നു. അപ്പോഴാണ് ഈ റെയ്ബിൻ വന്ന് നിന്നിട്ട് അവൻ്റെ കാര്യമൊക്കെ പറയണത്. റെയ്ബിൻ അഭിറാം LGBTQ-നെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോദിക്കുന്നു. പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. ചിലരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ നിന്ന് ആർഗ്യുമെൻറ്റ് ചെയ്യുകയായിരുന്നു. അവസാനം എവിക്ഷൻ വന്ന സമയത്ത് അപർണ എലിമിനേറ്റഡ്. ഞാൻ ആലോചിച്ചു, ഇതാരടാ ഇത്? ഇത്രയും 7 ദിവസം ഇങ്ങനൊരു പേരെവിടെയോ കേട്ടിട്ടുള്ളല്ലോ, അത് ഇതാരാണെന്ന് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇതൊക്കെ എവിടെ പതുങ്ങിയിരുന്നെന്നാണ് മനസ്സിലാവാത്തത്. സന്തോഷം, അപർണ എലിമിനേറ്റഡ്. അടുത്ത് പ്രണവ് വന്ന് നിന്നിട്ട്, പ്രണവ് ചാടിയല്ലോ, ചാടിയൻ്റെ പേരിൽ പുറത്ത് പോത് പേടിച്ചത് പ്രണവിനടുത്ത് ഒരു ചാൻസ് കൂടി കൊടുത്തു, നീ സേവ് എന്ന് പറയുന്നു. അടുത്ത് റെയ്ബിൻ LGBTQ-നെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് മറ്റേ ഫെമിനിൻ ഇതുള്ള മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിന്നിട്ട് അവൻ്റെ അടുത്ത് അതുവഴി വീട്ടിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ റെയ്ബിൻ പോയതുപോലെ അഭിറാം പോയി. അഭിറാം പോകണമെന്നാണ് നല്ലത്, കാരണം അഭിറാമിന് നടുവയ്യെങ്കിൽ ഇത് വലിയ പാടായിരിക്കും. പിന്നെ വലിയ വിനയിലേക്ക് ഇതിനെ കൊണ്ടുവിടും ഈ പരിപാടി, ഈ ബിഗ് ബോസ്. അവർക്കും ബാധ്യതയായിരിക്കും ഇതിനെ എടുത്തിട്ടാൽ. അത് നല്ലൊരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നി അഭിറാമിനെ പറഞ്ഞു വിട്ടത്. പിന്നെ അളകനന്ദയാണ് അവിടെ സേവ് ആയിരിക്കുന്നത്. അളകനന്ദയെക്കാളും ബെറ്റർ അഭിറാമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ഫിസിക്കൽ കണ്ടീഷൻ കൂടി പരിഗണിച്ചിട്ടായിരിക്കണം അളകനന്ദയെ പിടിച്ച് സേവാക്കി നാളത്തേക്ക് വെച്ചിരിക്കുകയാണ്. ബാക്കി ഇത്രയും പേരെ പറഞ്ഞു വിട്ട് അങ്ങനെ 24 പേര് ആയിരുന്നത് 20 പേരായി ചുരുങ്ങി. ഇനി എനിക്ക് തോന്നുന്നു ഒരു 16, 12, 10 വരെയൊക്കെ പോയിട്ട് വേറെ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നാളെ സാറ്റർഡേ വീക്കെൻഡ് വാർ വരാൻ പോവുകയാണ്. നമ്മൾ കരുതും യുദ്ധമൊക്കെ കാണുമായിരിക്കും, വാളും പരിചയമൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ. ഇത് മറ്റേ ആരെങ്കിലും വാർ പൊട്ടിയ ചെരുപ്പെടുത്തെല്ലാം കൊടുത്തിട്ട് ഇതാദ്യം കുത്തിക്കയറ്റി കറക്റ്റാക്കി വയ്ക്കണവർ ജയിക്കും എന്നുമെല്ലാം കൊടുക്കുന്ന പരിപാടിയായിരിക്കും ബിഗ് ബോസ് വീക്കെൻഡ് വാർ. അപ്പോൾ അതിലേക്ക് വേണ്ടി കട്ട വെയിറ്റ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓണം.